പാറുക്കുട്ടീൻ്റെ കമ്മല് വീട്ടിൽ തന്നെ എവിടെയോ കളഞ്ഞുപോയി. ഒരു ദിവസം രാവിലെ ആൾ എഴുന്നേറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ പെയിൻറ് ചെയ്യാനിരുന്ന സമയത്താണ് പാറുക്കുട്ടി പറയുന്നത്, അമ്മ എൻ്റെ ഒരു കമ്മല് കാണുന്നില്ല എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ പോയി ബെഡൊക്കെ നോക്കി, റൂമിലും ഒക്കെ നോക്കിട്ടോ, TV റൂമിലും എല്ലായിടത്തും നോക്കി. പക്ഷെ എവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ. എവിടെ പോയി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഏതെങ്കിലും സോഫേൻ്റെ അടിയിലോ ബെഡിൻ്റെ അടിയിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. എല്ലാം അടുക്കി പെറുക്കി നോക്കി, എന്നിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മൽ വാങ്ങിക്കാൻ വന്നതാണ്. പാറുവിൻ്റെ കമ്മലൊക്കെ നാട്ടിൽ തന്നെയാണുള്ളത്. നമ്മളിങ്ങനെ കമ്മൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ കമ്മൽ തന്നെയാണ് അവൾ കാത് കുത്തിയ ടൈം തൊട്ട് ഇടുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെലിബ്രേറ്റ് ജ്വല്ലറിയിൽ വന്നിട്ട് കുറച്ച് കമ്മലൊക്കെ നോക്കി. എനിക്കും അവളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈപ്പ് ഒരു സ്റ്റോണിൻ്റെ കമ്മൽ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ലാസ്റ്റ് അതാ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ആ ഒരു കമ്മലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലിപ്പോൾ ഒരു 4 ഡോർ കബേർഡാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ ഡ്രസ്സ് കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം നമ്മളെ ഡ്രസ്സൊന്നും അതിൽ ഒതുങ്ങുന്നില്ല. അപ്പോൾ ഒരു സ്പേസ് ഉണ്ട്. ഈ ഒരു 4 ഡോർ കബോർഡ് കഴിഞ്ഞാൽ ഒരു 2 ഡോർ കബോർഡൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിൽ നമ്മളെ ഒരു ലോണ്ട്രി ബോക്സും പിന്നെ ഒരു ചെയറൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചെയറിലായിരിക്കും മിക്കപ്പോഴും വാഷ് ചെയ്ത് ഇട്ട ഡ്രസ്സൊക്കെ അതിൻ്റെ മുകളിലാണ് കുന്നുകൂടി കിടക്കുക. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഒരു കബോർഡ് കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫുൾ മിററുള്ളൊരു കബോർഡ് വേണം എന്നുള്ളത്. ഇപ്പം ഡ്രസ്സൊക്കെ ചെയ്താൽ നമുക്ക് ഫുള്ളായിട്ട് കാണാനുള്ളൊരു മിറർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മിററുള്ള ഒരു കബോർഡാണ് നമ്മൾ നോക്കിയത്. ഫൈനലി ഇതാ ഈ ഒരു വൈറ്റ്, നമ്മൾ ഓൾറെഡി ഉള്ളത് ഒരു വൈറ്റ് കബോർഡാണ്. അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് കബോർഡും കൂടി എടുത്തു കേട്ടോ. ഇനി അത് അവർ ഡെലിവർ ചെയ്യും വീട്ടിൽ. പിന്നെ വന്നിട്ട് വേണം നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്നുകൂടി ശരിക്കും ഓർഗനൈസ് ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി എടുത്ത് വെക്കാൻ കേട്ടോ. ഇപ്പം സ്പേസ് കുറവായതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട്. അപ്പം ഇനി ആ ഒരു കബോർഡ് കൂടി വന്നിട്ട് വേണം എല്ലാം ഒന്നുകൂടി സെറ്റ് ചെയ്യാനായിട്ട്.